എല്ലാ മാന്യ പ്രേക്ഷകർക്കും അസ്ട്രോഫ്ലോർ ചാനലിലേക്ക് സുസ്വാഗതം. ബുധൻ അഥവാ മെർക്കുറി പ്ലാനറ്റിൻ്റെ 3 നക്ഷത്രങ്ങളിൽ ഒന്നായ തൃക്കേട്ട അഥവാ ജ്യേഷ്ഠ നക്ഷത്രജാതരുടെ പ്രധാനപ്പെട്ട ചില സ്വഭാവ സവിശേഷതകളും 2026 ജൂൺ മുതൽ 2027 ജൂൺ വരെയുള്ള ഒരു വർഷകാലത്തെ പ്രധാനപ്പെട്ട ചില ഫലങ്ങളെയും പറ്റിയാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. നീലവിഹായസിൽ കുന്തം പോലെ കാണപ്പെടുന്ന 3 നക്ഷത്രങ്ങളാണ് തൃക്കേട്ട. ഇന്ദ്രൻ ദേവതയും രക്ഷാകങ്കണം ആണ് ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം. ആയില്യവും രേവതിയുമാണ് മറ്റ് 2 അനുജന്മ നക്ഷത്രങ്ങൾ അഥവാ സഹോദര നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രം വൃശ്ചികൻ രാശിയെ പ്രതിനിധാനം ചെയ്യുന്നു. ഭാഗ്യരത്നം മരതകരത്നം അഥവാ എമറാൾഡാണ്. ജന്മനക്ഷത്ര വൃക്ഷം വെട്ടിയാണ്. ഈ വൃക്ഷം സ്വഭവനത്തിൽ നട്ടുപിടിപ്പിച്ച് വളർത്തിയാൽ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ലഭിക്കുന്നതാണ്. ബുധനാഴ്ചകളിൽ വെട്ടിമരച്ചുവട്ടിൽ ജലം വർഷിച്ച് വൃക്ഷത്തിന് പ്രദക്ഷിണം ചെയ്യുക വഴി ധാരാളം പോസിറ്റീവ് എനർജി ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നതാണ്. മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച്, പച്ച നിറങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുയോജ്യവും ഭാഗ്യദായകവുമാണ്. എല്ലാ തൃക്കേട്ട നക്ഷത്ര ജാതരുടെയും ജനനം ആരംഭിക്കുന്നത് ബുധദശയിലാണ്. ജനന സമയം കൃത്യമായി അറിയില്ല എങ്കിൽ ജനനം ഉദ്ദേശം നക്ഷത്ര മധ്യത്തിൽ ആവാം എന്ന നിഗമനത്തിൽ കണക്ക് കൂട്ടിയാൽ 8.5 വയസ്സ് വരെ ബുധദശയും തുടർന്ന് 15.5 വരെ കേതൂർ ദശയും പിന്നീട് 35.5 വരെ ശുക്രദശയും തുടർന്ന് 41.5 വരെ ആദിത്യദശയും 51.5 വരെ ചന്ദ്രദശയും തുടർന്ന് 58.5 വരെ കുജദശയും പിന്നീട് 76.5 വരെ രാഹുദശയും പിന്നീട് വ്യാഴദശാകാലവും വന്നു ചേരുന്നു. ഇനി തൃക്കേട്ട നക്ഷത്ര ജാതരുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം. തൃക്കേട്ടയ്ക്ക് തലക്കേട്ടയില്ലെന്ന് ഒരു ചൊല്ല് തന്നെയുണ്ട്. ഇത് പൂർണ്ണമായും ശരിയല്ല. തൃക്കേട്ട നക്ഷത്രവും ജനനം ചൊവ്വാഴ്ച ദിവസവും ചൊവ്വായുടെ കാലഹോരയിൽ ജനിക്കുന്നയാളിന് മാത്രം ജ്യേഷ്ഠ സഹോദര നാശം ഉണ്ടാവാം എന്നല്ലാതെ ഈ നക്ഷത്ര ജാതർക്ക് മുഴുവൻ ജ്യേഷ്ഠ സഹോദര നാശം ഉണ്ടാകും എന്നത് ശരിയല്ല. അങ്ങനെ ഒരു വിധിയുമില്ല. ഈ നക്ഷത്ര ജാതർ പൊതുവെ അധ്വാനശീലരും കർമ്മനിരതരുമായിരിക്കും. ഉന്നതങ്ങളിൽ എത്തിയ ശേഷം സ്വയം പിന്നോട്ട് ചിന്തിക്കുകയും പോവുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷം ഇവരിൽ സാധാരണ കണ്ടുവരുന്നു. തൃക്കേട്ട നക്ഷത്ര ജാതർ ഭൂരിഭാഗം പേരും വലിയ മുൻകോപികളായി കണ്ടുവരുന്നു. കടുത്ത നിർബന്ധ ബുദ്ധിയും സ്വാതന്ത്ര്യേച്ഛയും ഇവരുടെ ജീവിത മുന്നേറ്റത്തിന് പലപ്പോഴും തടസ്സമായി നിൽക്കുന്നു. ആരൊക്കെ ഉപദേശിച്ചാലും സ്വന്തം ഹിതത്തിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഇവർ മനസ്സിലാക്കി ധരിച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ആര് തന്നെ വിചാരിച്ചാലും മാറ്റുന്നതിനൊരിക്കലും ഇവർ തയ്യാറാകാറുമില്ല. എന്തിനും ധൃതഗതിയിൽ ആലോചിക്കാതെയാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത്. ഇവർ സ്വയം ധൃതി പിടിക്കാതെ ആലോചിച്ച് തീരുമാനമെടുക്കുന്ന പക്ഷം ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾ ഏറ്റവും ശരിയും നയപരവും ആയിത്തീരുന്നതാണ്. ആത്മാഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ സ്ഥലകാല പരിഗണനയോ സാഹചര്യങ്ങളോ നോക്കാതെ അമിതമായി ഇവർ ക്ഷോഭാകുലരാകുന്നു. എത്ര തന്നെ ഇവർക്ക് വേണ്ടപ്പെട്ടവരെയും ഉപകാരം ചെയ്തിട്ടുള്ളവരെയും ബഹുമാനിക്കേണ്ടവരെയും ഞൊടിയിടയിൽ അഹിതമായി സംസാരിക്കുകയും പെരുമാറുകയും തന്നിമിത്തം അവരുമായി ശത്രുതയിലാവുകയും ചെയ്യുന്നു. ഈ നക്ഷത്ര ജാതർ തികഞ്ഞ ആരോഗ്യവാന്മാരും നല്ല മുഖശ്രീ ഉള്ളവരും ചൈതന്യവാന്മാരും ആയിരിക്കും. ആരെയും ചതിക്കുന്ന സ്വഭാവം ഇവരിൽ അശേഷം ഉണ്ടാവില്ല. അങ്ങനെ ചതിക്കുന്നവരോട് ഇവർക്ക് തികച്ചും വെറുപ്പ് തന്നെയും ആയിരിക്കും. ഇവരുടെ പല്ലുകൾ ദന്തനിരകൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ചില പ്രത്യേകതകൾ കാണാൻ കഴിയും. ഭൂരിഭാഗം ആളുകളുടെ കാര്യമാണ് ഈ പറയുന്നത്. പല്ലുകൾ തമ്മിൽ അകന്നതോ ഉന്തി നിൽക്കുന്നതോ ചെറിയ തോതിൽ ദന്തവൈകൃതം ഉള്ളതായോ കണ്ടുവരുന്നു. സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ഇവർക്ക് തീരെ ശ്രദ്ധ കാണുകയില്ല. തികഞ്ഞ ശുദ്ധഗതിക്കാരായ ഇവരുടെ നടപ്പും പെരുമാറ്റവും കണ്ടാൽ വലിയ തലക്കനമോ തണ്ടന്മാരോ എന്നൊക്കെ തോന്നിപ്പോവും.
ശരിക്കും അടുത്താൽ മാത്രമേ ഈ പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് മനസ്സിലാവുന്നതാണ്. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിൽ ജനിക്കുന്നവർക്ക് ഗണ്ണാന്ത ദോഷം ഉണ്ട്. പ്രത്യേകിച്ചും 4-ാം പാദത്തിൽ തന്നെ നക്ഷത്രം അവസാനിക്കുന്നതിൻ്റെ 1.5 മണിക്കൂർ സമയത്ത് ജനനസമയമെങ്കിൽ ഗണ്ണാന്ത ദോഷം ശക്തമായിരിക്കും. ഒരു പാദം 6 മണിക്കൂറാണ്. ഈ നക്ഷത്രജാതരുടെ വൈവാഹിക ജീവിതം ഭൂരിഭാഗവും അത്ര ശോഭനകരമായി കാണുന്നില്ല. പ്രത്യേകിച്ചും ഈ നക്ഷത്രജാതരായ സ്ത്രീകളുടെ കാര്യത്തിൽ. ഈ നക്ഷത്രജാതർ സഞ്ചാരപ്രിയരായിരിക്കും. തൃക്കേട്ട നക്ഷത്രജാതരായ സ്ത്രീകളുടെ വാക്സാമർഥ്യവും ബുദ്ധിശക്തി കൊണ്ടും പെരുമാറ്റം കൊണ്ടും ആരെയും ആകർഷിക്കും. അപവാദങ്ങളും ആരോപണങ്ങളും ഇവരെ സദാ പിന്തുടരുന്നു. മാതാപിതാക്കന്മാരിൽ നിന്നോ സ്വന്തക്കാരിൽ നിന്നോ സാധാരണഗതിയിൽ ഇവർക്ക് യാതൊരു പ്രയോജനവും ലഭിക്കാറില്ല. സ്വജനങ്ങളെ വിട്ട് ഇവർ മാറി താമസിക്കുന്നതായി കാണാൻ കഴിയുന്നു. മനഃശക്തിയിൽ ശക്തരും കഴിവിൽ അങ്ങേയറ്റത്തെ അഗ്രഗണ്യരും അതുല്യരുമാണ് എന്നാണ് ഇവരുടെ ഭാവവും മട്ടും. എന്നാൽ ഇതൊട്ടും തന്നെ ശരിയല്ല. വിഷമം പിടിച്ച സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഇവർക്ക് അശേഷം മനധൈര്യം ഉണ്ടായിരിക്കുന്നതല്ല. ഇവരിൽ നല്ല ഒരു ശതമാനം നക്ഷത്രജാതരും സ്വപ്രയത്നത്താൽ മാത്രം സ്വന്തക്കാരുടെയോ ബന്ധക്കാരുടെയോ പിൻബലമില്ലാതെ തന്നെ ഉന്നതിയിൽ എത്തിച്ചേരുന്നു. ഇനി ഈ വരുന്ന ജൂൺ മാസം മുതൽ 2027 ജൂൺ വരെ നിങ്ങളെ തേടിയെത്തുന്ന പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്തൊക്കെയെന്ന് ശ്രദ്ധിക്കാം. കഴിഞ്ഞ 10 മാസക്കാലത്തിലധികമായി ധനസ്ഥാനാധിപനും പഞ്ചമാധിപനുമായ വ്യാഴം അഷ്ടമത്തിൽ അഥവാ ദുരിതഭാവത്തിലായിരുന്നതിനാൽ കടുത്ത സാമ്പത്തിക ക്ലേശങ്ങൾ, കടബാധ്യതകൾ, സന്താനങ്ങളെ കൊണ്ടുള്ള പലതരത്തിലുള്ള കഷ്ടതകൾ ഒക്കെ അനുഭവിച്ചിരുന്ന നിങ്ങൾക്ക് ജൂൺ 2-ാം തീയതി മുതൽ സർവേശ്വരനായ ഗുരു അഥവാ വ്യാഴം ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലേക്ക് തൻ്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. വിവിധ മാർഗങ്ങളിൽ കൂടി ധനം ഒഴുകിയെത്തുന്നു. ഒപ്പം സന്താനങ്ങൾക്കുയർച്ചയും അവരിൽ നിന്നും അവർക്ക് പുതിയ കർമ്മലബ്ധിയും അതിൽ നിന്നുമുള്ള ധനസഹായങ്ങളും കിട്ടാൻ ആരംഭിക്കുന്നു. ജൂൺ 20 വരെ കുജൻ സ്വക്ഷേത്രമായ വൃശ്ചികൻ രാശിയിൽ ഇഷ്ടഭാവത്ത് നിൽക്കയാൽ ശത്രുക്കളുടെ മേൽ വിജയം, സ്വർണലാഭം, ഭൂമി സംബന്ധിയായ ക്രയവിക്രയങ്ങളിൽ നിന്നും ധനാഗമം ഇവ പ്രതീക്ഷിക്കാം. ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ കർമാധിപനായ ആദിത്യൻ കർമ്മത്തിലും തുടർന്ന് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 16 വരെ കർമാധിപനായ ആദിത്യൻ ലാഭസ്ഥാനത്തും വരികയാൽ ഈ സമയം കർമ്മരംഗം കൂടുതൽ പ്രോജ്വലിച്ച് നിൽക്കുന്നതാണ്. അവരവർ ചെയ്യുന്ന ഏത് കർമ്മ മേഖലയിൽ ഉള്ളവർക്കും നല്ല റിസൾട്ട് ആ സമയം കിട്ടുന്നതാണ്. ഇതേവരെ പുതിയ കർമ്മലബ്ധി ലഭിക്കാതിരിക്കുന്നവർക്ക് നൂതന കർമ്മലബ്ധിയും ഈ 2 മാസത്തിനുള്ളിൽ ലഭിക്കുന്നതാണ്. പ്രമോഷൻ കാത്തിരിക്കുന്ന ജീവനക്കാർക്കും ഈ സമയം വളരെ നിർണായകം തന്നെ. നവംബർ 2 മുതൽ കുജൻ കർമ്മത്തിൽ പ്രവേശിക്കുന്നു. 2027 മാർച്ച് 9 വരെ കുജൻ തൽസ്ഥിതി തുടരുന്നു. വില്ലകളും ഫ്ലാറ്റുകളും മറ്റും വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഭൂമി വിൽക്കാനും വാങ്ങാനും ഉദ്ദേശിക്കുന്നവർക്കും ഏറ്റവും മേന്മ നിറഞ്ഞ സമയമായിരിക്കും ഇത്. നവംബർ 1 മുതൽ 2027 ജനുവരി 24 വരെയുള്ള 85 ദിനങ്ങൾ ഗുരു കർമ്മത്തിലേക്ക് പ്രവേശിക്കയാൽ കർമ്മമൗഢ്യം ഈ സമയത്ത് അനുഭവപ്പെട്ടേക്കാം. വീണ്ടും ജനുവരി 25 മുതൽ ജൂൺ 25 വരെയും ഗുരു ഏറ്റവും അനുകൂലമായി വക്രഗതിയിൽ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നു. ഈ സമയം സ്വദേശ വിദേശ ലോട്ടറികളിൽ നിന്നുപോലും വമ്പൻ തുകകൾ ഭാഗ്യദേവതാ രൂപത്തിൽ നിങ്ങളെ കടാക്ഷിച്ചേക്കാം. ഈ വർഷം ഡിസംബർ 5-ന് രാഹുകേതുക്കൾ മാറുന്നു. രാഹു ഇഷ്ടഭാവമായ 3-ാം ഭാവത്തിലേക്ക് മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുക വഴി ഭാഗ്യവും ധനവും ഒപ്പത്തിനൊപ്പം എത്തിച്ചേരുന്നു. നവംബർ 22 മുതൽ സപ്തമാധിപനായ ശുക്രൻ തുലാം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു. തുടർന്ന് 2027 ജനുവരി ആദ്യം മുതൽ ശുക്രൻ ജന്മരാശിയിലും ജനുവരി 29 മുതൽ സപ്തമാധിപൻ ധനസ്ഥാനത്തും നിൽക്കുന്നതിനാൽ അവിവാഹിതരുടെ മംഗല്യം യാഥാർത്ഥ്യമാവുന്നു. വിചാരിക്കുന്ന ഏത് കാര്യങ്ങളും സാധിക്കുന്നതുമാണ്. പ്രണയിച്ചിരുന്ന യുവതീ യുവാക്കളുടെ പ്രണയം മംഗല്യത്തിൽ കലാശിക്കുന്നതാണ്. പിണങ്ങിക്കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് ഒരു പുനഃസമാഗമം ഉണ്ടായാൽ ഒട്ടും തന്നെ അതിശയിക്കേണ്ടതില്ല.
2027 മാർച്ച് 21 മുതൽ ശുക്രൻ ഉച്ചാരോപിയായി 4-ാം ഭാവമായ കുംഭൻ രാശിയിൽ പ്രവേശിക്കുന്നു. ഇതേവരെ വാഹനം വാങ്ങാൻ കഴിയാതിരുന്നവർക്കും പഴയ വാഹനം മാറി പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും ആഗ്രഹം സഫലീകൃതമാകുന്നതാണ്. സ്വഭവനം മോടി പിടിപ്പിക്കലും വിലയേറിയ ഗാർഹിക ഉപകരണങ്ങളും ആഡംബര വസ്തുക്കളും ഭവനത്തിലേക്ക് വന്നു ചേരുന്നതാണ്. ഭവനത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. വിദേശത്ത് ഉപരിപഠനത്തിനോ അതേപോലെ മത്സര പരീക്ഷകൾക്കോ ഒക്കെ പോകുന്നവർക്കും ബുധഗ്രഹത്തിൻ്റെ ഇഷ്ടഭാവസ്ഥിതി കൂടുതൽ ഗുണകരമാവും. വർഷങ്ങളായി കിട്ടാതിരുന്ന പൂർവീയ സ്വത്തുക്കൾ ജനുവരി 25-നും ജൂൺ 25-നും ഉള്ളിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ശനി പഞ്ചമത്തിൽ നിൽക്കുകയാൽ മാനസിക സമ്മർദ്ദങ്ങൾ പലപ്പോഴും വർദ്ധിക്കും. എന്നാൽ കഴിയുന്നത്ര ശനിയാഴ്ചകളിൽ നീരാഞ്ജനം ശാസ്താക്ഷേത്രത്തിൽ തെളിയിക്കൽ, ശനിവാരവ്രതം മാസത്തിലൊരിക്കലെങ്കിലും പക്കപ്പുറന്നാൾ തോറും ഗണപതി ഹോമം കഴിക്കൽ, ഈ അനുഷ്ഠാനങ്ങൾ വഴി കൂടുതൽ ശനിപ്രീതി ലഭിക്കുന്നതാണ്. തൃക്കട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ധനസമ്പാദനം, പൂർവീയ സ്വത്ത് ലഭിക്കലും ഭാഗ്യക്കുറികളിൽ നിന്ന് പോലും വമ്പൻ ധനാഗമം ഇവയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ജനന സമയം ഗുരുവിന് മൗഢ്യം ഇല്ലാതെയും നീചരാശി സ്ഥിതിയില്ലാതെയും യോഗപ്രദനായി നിൽക്കുന്നു എങ്കിൽ ഈ ഗോചരഫലങ്ങൾ പൂർണ്ണമായും അനുഭവയോഗ്യമാവുന്നതാണ്. നിങ്ങളുടെ സമയം ജനന സമയം വിശദമായി പരിശോധിച്ച് ഗ്രഹനിലയിൽ എന്തെങ്കിലും അനിഷ്ടഭാവങ്ങളുണ്ടെങ്കിൽ അവയ്ക്കുള്ള പരിഹാരങ്ങൾ യഥാവിധി ചെയ്താൽ ഗോചരഫലങ്ങൾ പൂർണ്ണമായും അനുഭവയോഗ്യമാവുന്നതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ നിങ്ങളുടെ താല്പര്യം രേഖപ്പെടുത്തി, അതായത് ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്തും സഹകരിക്കുമല്ലോ. നന്ദി, നമസ്കാരം.